നീണ്ടകര പുത്തൻതുറയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. തിരച്ചിലിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നും കുടുംബത്തിൽ ബാക്കിയായ ചെറുപ്പക്കാരന് ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലാണ് നടത്തിയതെന്നാണ്. ആദ്യം മുതൽ തിരച്ചിലേ നടത്തിയിരുന്നില്ല. അവർ തന്നെ പറഞ്ഞു അതിൻ്റെ ഗോൾഡൻ അവറിൽ അവർ പരിപൂർണമായിട്ടും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അവർക്കിതിനെപ്പറ്റി നല്ല ധാരണയുള്ളവർ തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് അവിടെ ഇനിയുള്ളത് ഒരു ചെറുപ്പക്കാരനാണ്, 24 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് ഉള്ളത്. അവന് ജോലി നൽകാൻ ഗവൺമെൻറ് തയ്യാറാവണം. ഓഖി ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ അന്നത്തെ ഗവൺമെൻറ് ചെയ്തതിനേക്കാൾ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് കുടുംബത്തിന് ജോലി ഉൾപ്പെടെയുള്ളതായിരുന്നു. ഇപ്പോഴ് പറയാനുള്ളത് അന്ന് കൊടുത്തത് മാത്രമല്ല, അന്നത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോയാൽ മാത്രമേ ഈ കടം ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഈ പുതിയ അവശേഷിക്കുന്ന ചെറുപ്പക്കാരന് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് രക്ഷപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എപ്പോഴാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയത്? വിശദാംശം. ഇതിന് തെരച്ചിൽ നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ഗോൾഡൻ ഹവർ നഷ്ടപ്പെടുത്തി. സർക്കാരിന്റേത് നിരുത്തരവാദപരമായ സമീപനം. ഓഖി ദുരന്തത്തിൽ സർക്കാർ ചെയ്തതിനേക്കാൾ കൂടുതൽ സഹായം ചെയ്യണം. കുടുംബങ്ങളിലുള്ളവർക്ക് ജോലി ചെയ്യണം, ജോലി നൽകണം. ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരച്ചിലൊക്കെയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ അമ്മമാർ, ഈ കുടുംബത്തെ, ഈ ഗൃഹനാഥന്മാരെ, മത്സ്യത്തൊഴിലാളികളെ, നഷ്ടപ്പെട്ട കുടുംബത്തിലെ അമ്മമാര്, സ്ത്രീകൾ, അവർ പുറത്തിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ മാത്രമാണ് ഗവൺമെന്റ് അവരുടെ അലംഭാവത്തിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു വലിയ തെരച്ചിലിലേക്ക് വന്നത്. അത് തന്നെ ഗുരുതരമായിട്ടുള്ള ഈ സർക്കാരിന്റെ വീഴ്ചയാണ് കാണിക്കുന്നത്. എന്നിട്ടും സർക്കാർ സ്വയം ന്യായീകരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് സാറ്റലൈറ്റ് ഫോൺ വരെ, ISROയുടെ സഹായത്തോടുകൂടി സാറ്റലൈറ്റ് ഫോൺ വരെ അത് നൽകാനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നു. പക്ഷേ അത് സ്വകാര്യവൽക്കരിച്ചതിനാൽ അക്കാര്യത്തിൽ പിന്നീട് കാലതാമസമുണ്ടായി. സാമ്പത്തിക ചെലവും ഏറെയായിരുന്നു. ദുരന്തത്തിൽ ഈ അപകടത്തിൽപ്പെടുന്നവർ, അവർക്ക് അടിയന്തരമായി സഹായം എത്തിക്കുന്നതിന്, അവര് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള വലിയ പദ്ധതികളാണ് ഇനി ആവശ്യം. അതിലേക്കാണ് സർക്കാർ പോകേണ്ടതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.